ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. ഒരുപാട് പറയണില്ല, പറഞ്ഞതിൽ കണ്ണൊക്കെ അറിഞ്ഞു അങ്ങനത്തെ സീനിലാണ് നിൽക്കണത്. നീ കൂടുതലൊന്നും പറയണ്ട എന്റെ പൊന്നുമോനെ ഷെയ്ൻ നിഗമൻ. നിന്റെ കണ്ണൊന്നും നീ നിറയിക്കണ്ട. നീ ഏത് സീനിലാ നിൽക്കുന്നതെന്ന് ഇന്ന് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ അതാണ് ഇപ്പോഴത്തെ പ്രോപ്പറായിട്ട് അതാണ് നിന്റെ അവസ്ഥ മോനെ കൂട്ടുകാരാ. ഇന്ന് ഞാൻ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഈ സുന്ദര കില്ലാടി അഭിനയിച്ച മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ സിനിമ കാണാനൊന്ന് പോയായിരുന്നേ. എന്റെ ദൈവമേ, ഞാൻ ചുമ്മാ ഇന്ന് രാവിലെയാണ്. സാധാരണ ഞാൻ ഇത്രയും ഡിലേ ആയിട്ടൊരു സിനിമയുടെ ട്രെയിലർ കാണാറില്ല. ഇന്ന് രാവിലെ, അതായത് ഇന്നല്ല, നിങ്ങൾ ഇന്ന് തിങ്കളാഴ്ച ആയിരിക്കും കാണുന്ന ഈ ഒരു വീഡിയോ. ഞായറാഴ്ച രാവിലെ ഞാൻ ഈ പടത്തിന്റെ ട്രെയിലർ ഒന്നിരുന്ന് കണ്ടു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ട്രെയിലർ കണ്ടപ്പോ. എന്നാ പിന്നെ വൈകുന്നേരം പടത്തിന് പോയേക്കാന്ന് വിചാരിച്ചു. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മുടെ ബുക്ക് മൈ ഷോയിൽ കയറിയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ടിക്കറ്റ് കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബുക്ക് ചെയ്യണ്ട, നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാം, എന്തിനാ വെറുതെ 20 രൂപ ബുക്ക് മൈ ഷോക്കാർക്ക് കൊടുക്കുന്നേ എന്ന് വിചാരിച്ച് ബുക്ക് ചെയ്തില്ല. അത് സത്യം പറഞ്ഞ ഭാഗ്യമായി കേട്ടോ. ഞാൻ ബുക്ക് ചെയ്യാതെ നേരെ തിയേറ്ററിൽ ചെന്നു. തിയേറ്ററിന്റെ എൻട്രി നമ്മുടെ ആ കോമ്പൗണ്ടിലേക്ക് ഞാൻ കയറുമ്പോൾ എടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അധികം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഐഡന്റിറ്റി, അതുപോലെ തന്നെ മാർക്കോ, പിന്നെ പുണ്യാളൻ, ഇതിന്റെയൊക്കെ ചെറിയ പോസ്റ്റേഴ്സും ബാനറും പരിപാടികളും ഒക്കെ ഉണ്ട് അവിടെ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് വേറെ 1-2 ബാനറല്ല, ഈ വലിയ പോസ്റ്ററൊക്കെ കണ്ടു. പക്ഷെ ഒരു ചെറിയ മതില്, ആ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന്റെ അവിടുത്തെ ഒരു ചെറിയ മതിലില് ഒരൊറ്റ പോസ്റ്ററാണ് ഈ മദ്രസക്കാരന്റെ ഞാൻ ശ്രദ്ധിച്ചത്. വേറെ ഒന്നും ഇല്ലടേ. അപ്പൊ എന്താണെങ്കിലും ഞാൻ നേരെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് തരാത്തതിന്റെ കാര്യം ആരും പടത്തിനില്ല. അതാണ് മെയിൻ കാര്യം. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, തിയേറ്ററുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആൾക്കാരില്ലെങ്കിൽ അവർ വെറുതെ 4-5 പേർക്ക് വേണ്ടി പടം ഇട്ടിട്ട് വെറുതെ അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും പടം കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ പുണ്യാളൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കയറിയത്. പുണ്യാളന്റെ റിവ്യൂ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. താല്പര്യമുള്ളവർ പോയി കാണുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പിന്നെ എന്താണെങ്കിലും 10-14 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയതാണ് ഈ മദ്രസക്കാരൻ കാണണമെന്ന് പറഞ്ഞ്. പടം കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്ക് തിരിച്ച് അത്രയും ദൂരം വെറുതെ വരാൻ തോന്നിയില്ല. ഞാൻ പടത്തിന് കയറി. എനിക്ക് പുണ്യാളനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. 1 ടൈം ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും കമ്മിങ് ടു മദ്രാസ്കാരൻ, നമ്മുടെ ചെറുക്കൻ നമ്മളോട് പ്ലീസ് ഒക്കെ നിന്ന് പറയുന്നു. അപ്പം അവൻ ഇത്രയൊക്കെ പ്ലീസ് പറയുന്നത് ഞാൻ നേരത്തെ കണ്ടതുകൊണ്ടാണ് എന്തായാലും ഒന്ന് പടത്തിന് കയറിയേക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് വേറെ ഒരു 3-4 പേരെ, ഞാൻ ഏകദേശം 5:40 ഷോയ്ക്കാണ് ഞാൻ പോയത്. ആകെ ഒറ്റ ഷോയേ ഉള്ളൂ. സിനിമ ഇറങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, 4-ാമത്തെ ദിവസം. സാധാരണ ഈ 4-ാമത്തെ ദിവസമൊക്കെ പടം ആൾക്കാർ കുറഞ്ഞൊക്കെയുള്ള അവസ്ഥകളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഒരു ഷോയൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇത്രയും ദിവസം ഞാൻ അറിഞ്ഞത് വെച്ച് ഇന്നലെ ഒന്നും ഈ പടം അവിടെ കളിച്ചിട്ടില്ല. അതായത് കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ വേറൊന്നും അല്ല കേട്ടാ, പടം അവിടെ ഇട്ടിട്ടില്ല. ഇന്നലെയും വന്ന ഒരു ചേട്ടൻ, ഈ സിനിമ കാണാൻ വന്ന ഒരു ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി. ആ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ പുള്ളി ഇന്നും വന്നു. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു 6 പേരോളമായി. പക്ഷെ അവര് പറഞ്ഞു 8 പേരില്ലാതെ പടം ഇടാൻ പറ്റത്തില്ല, ഓക്കെ വേണ്ട എന്ന് പറഞ്ഞ് പുണ്യാളിന് കയറുകയായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഞാൻ അവിടുന്ന് ഒരു ചെറിയ വീഡിയോ എടുത്തു. ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ വീഡിയോ എടുത്തത് അവിടെ ആൾക്കാർ ഉള്ളവർ ലേഡീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്രൈവസി മാനിച്ച് ഞാൻ ആ വീഡിയോ വിഷ്വല് കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. എത്ര പേരുണ്ടെങ്കിൽ കാണിക്കും? എനിക്ക് വേറെ ടിക്കറ്റ് തന്നു. ഞാൻ മദ്രസ്കാരന് വന്നതാ. ലാസ്റ്റ് അതില്ലാന്ന് പറഞ്ഞിട്ട് വേറെ അത് മാറ്റി തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാനും കയറാം. 1 2 3 4 പേര് വെച്ച് നടത്തത്തില്ല. AC വേണ്ട, AC ഇല്ലെങ്കിൽ നടത്തത്തില്ല. ഇത് ഈ പടം ഇറങ്ങിയത് ഇവിടെ ഓടിയിട്ടേ ഇല്ല പടം? ഇല്ല, ഇവിടെ ഓടിയിട്ടേ ഇല്ല ഇത്. പറഞ്ഞോ, ഞാൻ വന്നപ്പോ നല്ല സിനിമയാന്ന് പറഞ്ഞു. നല്ല സിനിമയാണ്. അപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആകെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും കൂടെ വന്നു. പക്ഷെ 6 പേർക്കൊക്കെ വേണ്ടി അവർ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം. പിന്നെ അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, പടം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് ആ തിയേറ്ററിൽ ഈ ഒരു പടം കളിച്ചിട്ടില്ല, അതായത് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ആൾക്കാരില്ല.
ഞാനിപ്പോ ആലോചിച്ചു എന്തുകൊണ്ട് ആളില്ല ഈ പടത്തിന്. ഒരു ഷോയെങ്കിലും കളിക്കാനായിട്ട്, ഒരു ഷോയെങ്കിലും അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി. ഞാൻ ആ സെയിം തിയേറ്ററിലാണ് കഴിഞ്ഞ ദിവസം പോയി നമ്മുടെ രേഖാചിത്രം കണ്ടത്. ഹൗസ്ഫുൾ ആയിരുന്നു, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിന് എന്തുകൊണ്ട് ആൾക്കാരില്ല? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, മറ്റേ സാധനം കിടപ്പുണ്ട്. ഒന്നാമത് ആ ഒരു സാധനത്തില് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ട്. അതായത് ഉണ്ണിമുകുന്ദന്റെ നെഞ്ചത്തോട്ട് കയറിയ ആ ഒരു സീൻ, അത് കുറെ പേര് അന്ന് തൊട്ടേ അന്നൊക്കെ എയറിലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചോടെ അതൊക്കെ വിട്ടു, ഇത്രയും ആയില്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്, നമുക്ക് പേഴ്സണലായിട്ട് ചിലപ്പോൾ ചില ആളുകളുടെ സ്വഭാവങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ വരും. ഇപ്പൊ ഷെയ്ൻ നിഗം കാണിച്ചതാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനും മറ്റേ ന്യായീകരിക്കാനോ പുള്ളി എടുത്ത് പൊക്കി വെക്കാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. പക്ഷെ പുള്ളി അഭിനയിച്ച ഒരു സിനിമ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി മാത്രമല്ല അതിനകത്ത് എഫേർട്ട് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി കാശിറക്കിയ ആൾക്കാരുണ്ട്, അതിനകത്ത് അഭിനയിച്ച ബാക്കി ആൾക്കാരുണ്ട്, ടെക്നിക്കൽ സൈഡ് ഉണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. സോ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ആ സിനിമ കാണാതിരിക്കരുത്. ഇത് നല്ല വിശദമായിട്ട് വിശദമായിട്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് തോന്നി. ആരും ആ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഈ ഒരു സിനിമ കാണാതിരിക്കരുത്. കാരണം എനിക്കിപ്പോ കാണാൻ പറ്റിയില്ല, എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എനിക്ക് പിന്നെ എറണാകുളം വല്ലതും പോകുമ്പോഴത്തേക്ക് വേണം കയറി ഒന്ന് കാണാൻ പടം. എറണാകുളത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എറണാകുളത്ത് കാണുമായിരിക്കും. ആലപ്പുഴയിൽ ഞാൻ ആകെ ഒറ്റ തിയേറ്ററിലാണ് കണ്ടത്, ആ തിയേറ്ററിലും ഒരു ഷോ ഡെയിലി. അതും ഇന്നലെ ഞാൻ അറിഞ്ഞത് ഇന്നലെ 8:20 ഷോ എന്ന്. ഞാനൊരു ചേട്ടന്റെ വീഡിയോ ക്ലിപ്പ്, ആ ചേട്ടന്റെ മാത്രം ഞാൻ സെപ്പറേറ്റ് മാറ്റി നിർത്തി ജസ്റ്റ് ആ പുള്ളിയോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കേൾക്കും. ഞാൻ ഇന്നലെ വന്നതാണ് മദ്രാസ്കാരൻ കാണാൻ വന്ന്. 8:20 ഷോ എന്ന് പറഞ്ഞിട്ട് 7:45 വന്ന് ഞങ്ങൾ 3 പേരുള്ള ഫാമിലിയും ഞാനും ചേർന്ന് 5 പേരായിട്ട് കാത്തു നിൽക്കുകയും ഓൺലൈനിൽ 2 പേര് 7 പേരുണ്ടായിട്ട് അവർ പറഞ്ഞ് തിയേറ്ററിൽ വർക്ക് ചെയ്യില്ല, 10 പേര് വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 5:40 ഷോ. 5:40 ഷോ കാണാൻ വന്നിട്ട് മദ്രാസ്കാരന് ഞങ്ങൾ 6 പേരുണ്ട്. 6 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ തിയേറ്ററുകാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കുറവാണ്. അതിൻ്റെ പോസ്റ്റർ പുറത്ത് വെച്ചിട്ടില്ല. ഇവിടെ തന്നെ അധികം പോസ്റ്റേഴ്സ് 2 പോസ്റ്ററേ ഉള്ളൂ. ഒന്ന് ആ ഇന്ദിരാജംഗ്ഷൻ തിരിയുന്ന വഴിക്കും, ഒന്ന് തിയേറ്ററിൻ്റെ ഭാഗത്ത്. ഈ 2 പോസ്റ്ററിലോട്ടാണ്. ഷൈൻ നിഗമിൻ്റെ ആദ്യത്തെ പടമായതുകൊണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷെ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇനി പടം കാണാൻ പറ്റത്തില്ല. ഇത്രയും ദിവസം വ്യാഴാഴ്ച തൊട്ട് ഇവിടെ അധികം ഓടിച്ചു. നാളെ മറ്റേ കഴിഞ്ഞ് പടം തിരിച്ചു പോകും. ഇനി ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജില്ലയിൽ കയറുന്ന വഴിക്ക് എൻ്റെ കൈക്ക് കിട്ടും. ഈ തിയേറ്ററുകാരോടും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഒക്കെയാണ്. ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ പോസ്റ്റേഴ്സ് ഒന്നും അധികമില്ല. ഞാനും കയറി ചെല്ലുമ്പോൾ പോസ്റ്റർ ഒന്നും അധികം കണ്ടിട്ടില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ കൊള്ളായിരിക്കും, പ്രത്യേകിച്ച് ഷെയ്ൻ നിഗത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ. ചിലപ്പോൾ അതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർ കുറഞ്ഞത് തിയേറ്ററിൽ. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഇപ്പൊ അല്ലെങ്കിൽ കുറെ പേര് പറയും പടം കൊള്ളത്തില്ല, മറ്റേതാ, എന്നിട്ട് ഞങ്ങൾ എന്തിനാടാ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടം കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന്, ഞാൻ പുണ്യാളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കണം എന്ന് തോന്നുന്നതിന്റെ മുമ്പായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആദ്യമേ വിചാരിച്ചു വേണ്ട. മറ്റേ ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ച ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒരു റീലായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ ഈ സിനിമയുടെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക്, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നോക്കിയപ്പോൾ കേരളത്തിൽ ഈ പടം അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ 1-2 റിവ്യൂവേഴ്സ് ഒക്കെ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ പബ്ലിക് ഒപ്പീനിയൻ കൂടുതൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. ഡബിൾ റിവ്യൂസ്, 2 രീതിയിലും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ രീതിയിലുള്ള റിവ്യൂ ആണ് വരുന്നത്, മിക്സഡ് റിവ്യൂ. തമിഴ്നാട്ടിലെ പബ്ലിക് ഒപ്പീനിയൻ നോക്കിയപ്പോൾ കുറെ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, തമിഴ്നാട്ടിൽ ഈ പടം വർക്കായി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. എന്നാ പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം ഒരു വീഡിയോ ആയിട്ട് തന്നെ. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചിലപ്പോൾ പോകാത്തതിന്റെ കാര്യം ഈ ഒരു വിഷയമാണെങ്കിലോ, ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള നമുക്ക് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ സിനിമ ആരും കാണാതിരിക്കുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പേരും പറഞ്ഞ് ഈ സിനിമ കാണാതിരിക്കരുത്. കാരണം ഞാൻ വളരെ കുറച്ച് സിനിമയുടെ റിവ്യൂകളെ ചെയ്യാറുള്ളൂ. ഞാൻ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം, ഒരാളെയും അങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ നിൽക്കാറില്ല. പ്രത്യേകിച്ച് ഒരു സിനിമ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ്. സോ ഷെയ്ൻ നിഗത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഈ സിനിമ കാണാതിരിക്കുക. ഷെയ്ൻ നിഗത്തിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിയെ നമുക്ക് എല്ലാ കാര്യത്തിലൊന്നും പുള്ളിയോട് നമുക്ക് യോജിക്കാൻ പറ്റാറില്ല. ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദന്റെ അത് ഈ കർമ്മ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കാരണം ഒരു താങ് അവിടെ കൊടുത്തു. ഏത് സിനിമയുടെ പ്രൊമോഷൻ ഇരുന്നാണോ ഇങ്ങനെ ഒരു താങ്ങിയത്, ആ സിനിമയെ അധികം ഓടിയില്ല. ഇപ്പൊ ആ പുള്ളിയുടെ അടുത്ത പടം വന്നപ്പോ അതിനും കിട്ടി നല്ല അണ്ണാക്കില് വന്ന്. മറ്റേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് എത്തി നമ്മുടെ ഷെയ്ൻ നിഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് അണ്ണന്റെ.
മനസ്സിലായില്ലേ? ഹെൽപ്പ് ചെയ്യൂ, നിങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ കാണൂ, കയറി ഇരിക്കൂ. ആ മറ്റേ പുറകെ പോയി വിളിച്ചു കയറേണ്ട അവസ്ഥയായി. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ എല്ലാ നടന്മാരും ഒന്ന് സൂക്ഷിക്കുക. വെറുതെ വന്നിരുന്ന് നിങ്ങളുടെ സിനിമയെ പറ്റി, നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ നിങ്ങളുടെ സിനിമയെ പറ്റിയും നല്ല രീതിയിൽ സംസാരിക്കുക. ആ ഒരു രീതിയിലൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു നടനാണ് ആസിഫ് അലി. മാൻ, ഹി ഈസ് സംതിങ് ബ്രില്യൻ. എന്തൊക്കെയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ടും ഇനി ബുദ്ധിപൂർവ്വം പുള്ളി കളിക്കുന്നതാണെങ്കിൽ അതിലും പുള്ളിക്ക് നമുക്കുള്ളൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം. പക്ഷെ പ്രായത്തിന്റെ ആയിരിക്കാം, ഷെയ്ൻ നിഗത്തിന്റെ ഇങ്ങനെയുള്ള ചില പരിപാടികൾ ആരും ഇനി ഇതുപോലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക. അത് ഇപ്പൊ കിട്ടിയാണെങ്കിൽ നല്ല ഓഫി ഇരിക്കും. കർമ്മ എന്ന് പറയുന്ന സാധനം ഇവിടെയാ. ഇതൊക്കെയാണ് മനസ്സിലാക്കിക്കോണം. അടി നല്ല കനത്തിൽ അങ്ങോട്ട് എങ്ങനെ കൊടുത്തോ സെയിം ഊംഫിയ രീതി തന്നെ ഇങ്ങോട്ടും കിട്ടും. അല്ലേ? ഇരുന്ന് കരയേണ്ട വരും എന്നിട്ട് ലാസ്റ്റ്.